അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമവിരുദ്ധമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഇറാനെതിരെ എന്ന് ലോകമെല്ലാം അംഗീകരിച്ചാണ്. പക്ഷേ യുദ്ധത്തിൽ നിയതമായ നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ട്രംപിനായിക്കോട്ടെ നെതന്യാഹുവിനാകട്ടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇപ്പോഴും ഇറാൻ അനുകൂലമായ ഒരു സിമ്പതി എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ പോലും അന്ധമായിട്ട് ഇറാനെ അനുകൂലിച്ചൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇറാൻ ലോക ജനതയുടെ മുമ്പിൽ ഒരു വെറുക്കപ്പെട്ട രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്? വെറുക്കപ്പെട്ട രാജ്യമായി മാറിപ്പോയതിൻ്റെ കഥ പറയണമെങ്കിൽ 1971 ആയത്തുള്ള റൂഹുള്ള ഖുമൈനി അധികാരത്തിൽ വന്ന് ഉടനെ ചെയ്ത ഒരു നടപടിയായിരിക്കും ഓർമ്മ വരിക. അതായത് അമേരിക്കൻ എംബസി സ്റ്റാഫിനെ ജാമ്യത്തടവുകാരായിട്ട് പിടിച്ച് അവരുടെ എല്ലാവരുടെയും പിന്നിലും മെഷീൻ ഗണ്ണായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങനെ നടക്കുന്ന 444 ദിവസം അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുന്നു ആൾക്കാർ ഇറാൻ ജനത്തിലെ ഈ ഭരണകൂടത്തെ വിലയിരുത്താനായിട്ട്. പക്ഷെ അതൊക്കെ പഴയ കാര്യം. 1979 എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ നാളായല്ലോ. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പിയുടെ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനൈ, അദ്ദേഹം ഈയിടെ ചെയ്ത ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. പഴയ കാര്യങ്ങൾ പോട്ടെ. അതായത് ലോകത്തിൽ ഓരോ രാജ്യത്തും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു നയം, റേപ്പ് ബിഫോർ യു ഹാങ്. അതായത് തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് റേപ്പ് ചെയ്യുക. ഇങ്ങനെയൊരു നിയമം ലോകത്തിൽ ഓരോരുത്തരും കാണുന്നതൊന്നുമില്ല. പക്ഷെ ഇറാനിൽ അതുണ്ട്. അതായത് ഇപ്പോൾ ഈ അഫ്സഹമീൻ എന്നും പറഞ്ഞൊരു പെൺകുട്ടി, ആ കുട്ടിയുടെ തലമുടി കുറച്ച് പുറത്തുണ്ടെന്ന് എന്തോ പറഞ്ഞിട്ട് ഹഫ്സാമീനി വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ഒരുപാട് പെൺകുട്ടികളെയൊക്കെ അവർ പിടിച്ച് കൊണ്ടുപോവുകയും പിന്നെ പെൺകുട്ടികളെ തന്നെ പലരെ ഹാങ് ചെയ്യുന്നൊക്കെ ഒരു സാഹചര്യം വന്നു. പക്ഷേ അവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലല്ല. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികൾ കന്യകകളാണെങ്കിൽ അവരെ റേപ്പ് ചെയ്തതിന് ശേഷം വേണം തൂക്കിക്കൊല്ലാനായിട്ട്. അതാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ള നയം. അപ്പോൾ നമുക്ക് തോന്നും ദർ ഇസ് നോ റൈം ഓർ റീസൺ ഇൻ ദിസ് എന്നുള്ള രീതിയിൽ തോന്നും. പക്ഷേ നമുക്കങ്ങനെ തോന്നുന്നു റൈം ഓർ റീസൺ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇത് വിത്തൗട്ട് എനി റൈം ഓർ റീസൺ അല്ല അവർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇറാൻ്റെ കാഴ്ചപ്പാട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകാനാണ് ഇപ്പോഴുള്ള ചാൻസ്. കാരണം ഇവർ കന്യകകളാണ്. കന്യകകളായ പെൺകുട്ടികൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ സമരം നടത്തിയിട്ടാണല്ലോ ഇവരെ തൂക്കിക്കൊല്ലുന്നത്. അപ്പൊ ഈ സമരം നടത്തി ആയത്തുള്ള അലി ഖമനൈക്കെതിരെയോ അല്ലെങ്കിൽ ഇറാനെതിരെയോ സമരം നടത്തി കഴിഞ്ഞാൽ അത് ദൈവത്തിനെതിരെയുള്ള സമരമായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ദൈവത്തിനെതിരെ സമരം ചെയ്ത പെൺകുട്ടികളെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൂക്കിക്കൊല്ലുന്നത്. അതാണ് അതിന്റെ ന്യായവും ലോജിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ ഒരു നിയമമാണ് ഈ ബുള്ളറ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഈ സമരം ചെയ്ത് നമുക്കറിയാം ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനൊക്കെ ആൾക്കാർ മരിക്കുന്നുണ്ട്. ഈ മരിച്ചുപോയ ആൾക്കാരുടെ ശരീരം അത് അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരണം വീട്ടിലേക്കെങ്കിൽ അതിന് അതിഭയാനകമായ ഒരു തുക കൊടുക്കണം. സ്റ്റേറ്റ് ട്രഷറി ഒന്നുകൂടി റിച്ചാകാനുള്ള പണം അങ്ങോട്ട് പോവാണ്. അതിന് ഉപയോഗിക്കുകയാണ് ഈ ശരീരങ്ങൾ. അതിനൊരു ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ലോകത്തിൽ വേറൊരു രാജ്യത്തും ഇതുണ്ടാവില്ല. പിന്നെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന സമരാനുകൂലികൾ, അവർ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ബുള്ളറ്റ് ഇഞ്ചുറി കൊണ്ടായിരിക്കും കിടക്കുന്നത്. അവർ IRGC അറിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കയറിയ ഹോസ്പിറ്റൽ ബെഡിൽ തന്നെ വെടിവെച്ചു കൊല്ലും. അതാണ് അവിടെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യുന്നത്. പിന്നെ ഈ ഗവൺമെൻറ് കല്യാണപ്രായം 9 വയസ്സ് ആക്കി. ഈ പറയുന്ന ആയത്തുള്ള 9 വയസ്സിലേക്ക് റെഡ്യൂസ് ചെയ്ത് വേണമെങ്കിൽ 9 വയസ്സിൽ വിവാഹം കഴിക്കാം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. പിന്നെ അവർ ടെഹ്റാനിൽ പാലസ്റ്റീൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്കിൻ്റെ കൗണ്ട് ഡൗൺ ക്ലോക്ക് എന്നാണ് പറയുന്നത്. അതായത് 2040 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവില്ല. ഇസ്രായേലിനെ തുടച്ചു മാറ്റും 2040. അതിനനുസരിച്ചാണ് ആ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ റിവേഴ്സായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇത് ഇസ്രായേൽ ഇല്ലാതെയാകുന്നത് എന്നുള്ളത് നോക്കി അതിന് റെഡിയായിട്ട് അതിന്റെ ബോർഡും വെച്ചിട്ടുണ്ട്. അതെ, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ദൈവഹിതം അനുസരിച്ച് സയനിസ്റ്റ് ഭരണകൂടം എന്നൊന്ന് ഈ ഭൂമുഖത്ത് അവശേഷിക്കില്ല എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഭാഷയിലും എഴുതിയിട്ടുണ്ട്, ഹീബ്രുവിലുണ്ട്. ഹീബ്രുവിൽ ഇടയ്ക്കിടയ്ക്ക് അതും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവർ രഹസ്യമായിട്ടല്ല ചെയ്യുന്നത്, പരസ്യമായിട്ട് ചെയ്യാണ്. പിന്നെ അവർ പറയുന്നത് എന്തെന്നാണ്, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. അത് വെറുതെ മുദ്രാവാക്യം വിളിക്കുന്നതല്ല.
അവർ ദേ മീൻ ഇറ്റ്, ദേ മീൻ വാട്ട് ദേ സേ. അവർ ഈ രാജ്യത്തെ തുടച്ചും നീക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമുകളിൽ വേറെ പണിയൊന്നുമില്ല. ഈ മലമുകളിൽ ഈ ന്യൂക്ലിയർ ബോംബിനുള്ള പരിപാടികൾ ആഴത്തിൽ അവിടെ കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ളത് അറിയാം. ഇത് ഇസ്രായേലിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടാണ് ഈ നിർമ്മിക്കുന്നത്. അപ്പം അവർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടാകുന്നത്. പിന്നെ ഇതെല്ലാം കൂടാതെ ഇവര് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള ടെററിസത്തിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ ടെററിസത്തിൻ്റെ ഒരു എപ്പിസെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനാണ്. അവർ ഒരു റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കറിയാമല്ലോ, ഹൂത്തികളെ യമനിൽ പിടിച്ചിട്ടുണ്ട്, ഹെസ്ബുള്ളനെ പിടിച്ചിട്ടുണ്ട്, ഹമാസിനെ പിടിച്ചിട്ടുണ്ട്, പിന്നെ ഇറാഖിലും സിറിയയിലുള്ള ഷിയ ഗ്രൂപ്പ്സിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇറാനിൽ തന്നെ നമ്മളെപ്പോഴും കേൾക്കുന്ന അവിടുത്തെ ആർമി എന്ന് പറഞ്ഞ് കേൾക്കുന്നത് IRGC ആണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് ഏതാണ്ടും പറഞ്ഞിട്ട്. അപ്പോൾ അവരും ഇതേപോലെ ഈ ടെററിസത്തിനുള്ളൊരു ഗ്രൂപ്പാണ്. അല്ലാതെ ബോർഡർ, നമ്മളെ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറിനെ സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അതല്ല, ബോർഡറായിട്ട് അവർക്ക് കണക്ഷൻ ഇല്ല. അവർക്ക് ഈ ഗവൺമെന്റിനെ സൂക്ഷിക്കുക മാത്രമല്ല, ഈ പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ പണം കൊടുക്കുക, അതേപോലെ ട്രെയിനിങ് കൊടുക്കുക, പിന്നെ ഇവർ ബിസിനസ്സും ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ 80 ഈ ജനമുന്നേറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആ ജനമുന്നേറ്റം മുഴുവനും അവർ രക്തത്തിൽ മുക്കിയാണ് അത് ഇല്ലാതെയാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ റിംഗ് ഓഫ് ഫയറിനെ ഏകദേശം തകർത്ത മട്ടാണ് ഇസ്രായേൽ. അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തിയിരുന്നത്. നമ്മൾ സാധാരണ പറയും ഇറാനെതിരെ സാങ്ഷൻസ് ഉണ്ട്, ആ രാജ്യത്ത് നശിപ്പിക്കുന്നു എന്നൊക്കെ പറയും. ഇറാനെതിരെ സാങ്ഷൻസ് കൊണ്ട് മാത്രമൊന്നുമല്ല അവർ ഈ ദരിദ്രരാകുന്നത്. അവരൊന്നാമത്തെ ഈ വക ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള അങ്ങനെ ഒരു പരിപാടി. പിന്നെ അതുകൂടാതെ ഇവർ എത്രയോ, ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് നമ്മളുടെ ബജറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം ഈ ഡിഫൻസിൻ്റെ കെയർ ഓഫിൽ നമ്മൾ നീക്കി വയ്ക്കും. അതിൽ നമുക്ക് സന്തോഷമുള്ള അഭിമാനമുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ സൂക്ഷിക്കുന്നത് അവരാണ്. അപ്പോൾ അവർക്ക് ആ ആർമി എപ്പോഴും സുശക്തമായിട്ട് നിലനിർത്തുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് സന്തോഷമായിട്ട് കൊടുക്കുന്നു. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഓരോ ആർമിക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇറാൻ ചെയ്യണത് എന്താണ്? ഈ സാങ്ഷൻസൊക്കെ ഉള്ളപ്പോൾ തന്നെ, സാങ്ഷൻസിന് മുമ്പ് ചെയ്തിരുന്ന കാര്യമുള്ള സാങ്ഷൻസ് കൊണ്ട് അവർ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സമയത്താണ് ഇത്രയും ആർമികളെ, അല്ലെങ്കിൽ പാരലൽ ആർമീസിന്, അല്ലെങ്കിൽ വിജിലാൻറ്റി ഗ്രൂപ്പ്സിന് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന ഹൂത്തികളാണെങ്കിലും ഇപ്പം നമുക്കറിയാമല്ലോ, ഇസ്രായേലുമായിട്ട് മുട്ടികൾക്കാണ് എത്രയോ ലക്ഷക്കണക്കിന് അവരുടെ ആൾക്കാരുണ്ട് അവിടെ, ഹൂത്തികൾ. പിന്നെ നമുക്കറിയാം ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആയാലും ഇങ്ങനെ ഈ ടെററിസത്തിന് വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം തുകയാണ് ചിലവാക്കുന്നത്. ഇത്രയും ആർമികളാണ്, ഇത്രയും രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആർമി, പാരലൽ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇവരുടെ പണം മുഴുവനും മുടക്കുന്നത്. എന്നിട്ട് ലോകം മുഴുവനും സമാധാനക്കേടുണ്ടാക്കുക. ഇതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ആരംഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 1979 തന്നെ ഇവർ ഈ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. കാരണം ഒരു രാജ്യവും വേറെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും മറ്റൊരു രാജ്യത്തെ എംബസി കയ്യേറില്ല. ആ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിലുള്ള അമേരിക്കൻ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംബസി ഈസ് അമേരിക്കൻ ടെറിട്ടറി, നോട്ട് ഇറാൻ്റെ ടെറിട്ടറി അല്ല. അപ്പോൾ അവിടെ ആ എംബസിയിൽ നിലനിൽക്കുന്ന നിയമം അമേരിക്കൻ നിയമങ്ങളാണ്. അതിന് എക്സ്ട്രാ ടെറിട്ടോറിയാലിറ്റി എന്ന് പറയും. ഡിപ്ലോമാറ്റിക് പേഴ്സണൽ അവർക്ക് അവർ വർക്ക് ചെയ്യുന്ന രാജ്യത്തെ നിയമങ്ങളല്ല വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത്. ലോകം മുഴുവനും അവരോട് പറഞ്ഞാണ് ഇത് വളരെ തെറ്റായൊരു നടപടിയാണ്. പിന്നെ അവർക്കൊരു കാരണം എന്ന് പറയാനുണ്ടായിരുന്നത്, ഇവിടെ ഈ ഇറാനിലെ ഷാ എന്ന് പറഞ്ഞാൽ ഈ ഇംപീരിയൽ മജസ്റ്റി മുഹമ്മദ് ഷാ റീസ പഹ്ലവി എന്നാണ് അദ്ദേഹം അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ വിട്ടുതരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പണി കാണിച്ചത്. അപ്പം അങ്ങനെ വിട്ടുതരാൻ പറഞ്ഞ ബഹളം കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ബംഗ്ലാദേശിൻ്റെ പഴയ പ്രൈം മിനിസ്റ്റർ ഇവിടെ നിർത്തിയിട്ടില്ലേ, അല്ലെങ്കിൽ സിറിയയിലെ പഴയ ഭരണാധികാരിയെ റഷ്യ നിർത്തിയിട്ടില്ലേ, അവിടേക്ക് എംബസീനെ ഇങ്ങനെ കാണിക്കല്ലോ. അപ്പം ഇവർ മാത്രമേ ഈ രീതിയിലുള്ള പെരുമാറ്റമുള്ളൂ. എല്ലാ കാര്യത്തിലും ഇവരിങ്ങനെയാണ്. ഇതുകൊണ്ടാണ് ലോകത്തിന് ഇവരോട് പ്രത്യേകിച്ചൊരു സിമ്പതി ഇല്ലാത്തത്.
ഈ നയതന്ത്ര തലത്തിൽ പോലും പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാനൊന്നും ഇറാൻ തയ്യാറാകുന്നില്ല, പണ്ട് പോലെ തയ്യാറാകുന്നില്ല. ഇപ്പോഴും ഈ പറയുന്ന പോലെ ഇറാന്റെ പല പ്രവൃത്തികളും മതത്തിൽ കൂടുതൽ കേന്ദ്രീകരിച്ചാണ്. ഇപ്പൊ ഈ അയത്തുള്ള അലി ഖമനൈ തന്നെ ഈ പറയുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ചു, ഒരു ക്രൂരനായ ഭരണാധികാരി, ജയിലിൽ കിടക്കുന്ന സ്ത്രീകളെ പോലും തന്നെ റേപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞുകൊണ്ടാണ്, സ്വർഗത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ ഷിയ സുന്നി പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്നത് ഈ ഇറാനാണ്. ഇവർ ഈ രാജ്യത്തിന് ഭീഷണിയാകുന്നതുകൊണ്ടാണ് അമേരിക്ക ഈ ക്രൂരതയൊക്കെ ചെയ്തിട്ടും ലോകം അമേരിക്കൻ നടപടി അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10,000-കണക്കിന് ആൾക്കാരെ കൊന്ന അതല്ലേ ഈ ജനമുന്നേറ്റങ്ങൾ 80 മറ്റോ ഉണ്ടായി, എത്രയോ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അമേരിക്ക എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള കാഴ്ചപ്പാട് പലർക്കും ഉണ്ട്. അപ്പൊ യഥാർത്ഥ കാരണം ഇത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.